നമസ്തേ. കെ മുഹമ്മദിന്റെ ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ എല്ലാ കലാപങ്ങളും ഭൂരിപക്ഷ സമുദായത്തെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടിയായിരുന്നു എന്ന്. ഖത്തറിലെ മുഴുവൻ എണ്ണ വിറ്റ് കിട്ടുന്നത് കൊണ്ട് സിനിമ ഉണ്ടാക്കിയാലും അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും ഒരു കാര്യം ഉറപ്പാണ്, സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയെ ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ 1000 മടങ്ങായി തിരിച്ചു കിട്ടും. അതിപ്പോൾ ഗുജറാത്തിലാണെങ്കിലും നാഗ്പൂരിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ലഡാക്കിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇത് മുന്നറിയിപ്പോ സന്ദേശമോ ഭീഷണിയോ ഒന്നുമല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഇന്നലെയും ഇങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്, ഇനി നാളെയും അങ്ങനെ തന്നെയായിരിക്കും. നിരപരാധികളായ സാധാരണ മനുഷ്യരെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്കും. അവരുടെ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും തീയിടും. സ്ത്രീകളെ ഉപദ്രവിക്കും. വനിതാ പോലീസുകാരെ പോലും വെറുതെ വിടുകയില്ല. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നിട്ട് അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്യും. എന്നിട്ട് വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തും. ഇവിടെ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് അക്രമം നടത്തുന്നവർ മാത്രമല്ല ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തുന്നത് എന്നതാണ്. ട്രെയിനിൽ പോയിരുന്ന സാധാരണ മനുഷ്യർ, അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഞങ്ങളെ കൂടെ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ജനതയും കയ്യും കെട്ടി നോക്കി നിൽക്കും എന്നാണോ കരുതിയത്? നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, വ്യാജ പ്രചരണം നടത്തി ആളുകളെ ഇളക്കിവിട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയുടെ സ്ഥാപനങ്ങൾ ആക്രമിച്ചു, വീടുകൾ കൊള്ളയടിച്ചു. അക്രമം നിയന്ത്രിക്കാനെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികമായി വരെ ആക്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണം പിന്നീട് എന്താകും? അഹിംസയുടെ ബാനറും ഉയർത്തി രഘുപതി രാഘവ രാജാറാം പാടി എത്ര വേണമെങ്കിലും ആക്രമിച്ചോ, എത്ര വേണമെങ്കിലും കൊള്ളയടിച്ചോ, എത്ര വേണമെങ്കിലും സ്ത്രീകളെ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത്? നാഗ്പൂരിലും അവർ ഒരു പൂ ചോദിച്ചു, തിരിച്ച് ഒരു പൂന്തോട്ടം തന്നെ കിട്ടി. ഒരു പ്രകോപനവുമില്ലാതെ സാധാരണക്കാരെ ആക്രമിച്ചിട്ട്, സ്ത്രീകളെ ഉപദ്രവിച്ചിട്ട്, വസ്തുവകകൾ കൊള്ളയടിച്ചിട്ട് ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തുമ്പോൾ അതിന്റെ 1000 മടങ്ങ് തിരിച്ചടി ഉണ്ടാകും എന്നോർക്കുക. അതൊരു പ്രകൃതി നിയമമാണ്. ഇസ്രായേലിൽ കയറി 1500 സാധാരണക്കാരെയാണ് കൂട്ടക്കൊല ചെയ്തത്. അവരൊക്കെ വെറും സാധാരണക്കാർ മാത്രമായിരുന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നിട്ട്, കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത് തീവ്രവാദികളും പുറമേ മതേതരത്വം പറഞ്ഞു നടക്കുന്നവരും ആഹ്ലാദിച്ചപ്പോൾ അവരെ പോരാളികൾ എന്ന് വിളിച്ച മനോരമ അടക്കമുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഓർത്തില്ലേ, കല്ലിനുമേൽ കല്ല് ശേഷിക്കാതെ ഇസ്രായേൽ എല്ലാം തച്ചുടയ്ക്കുമെന്ന്? നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ആഘോഷിച്ച പലസ്തീൻ ജനത ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളക്കൊടിയും ഉയർത്തി എങ്ങനെയും ഇത് ഒന്ന് നിർത്തൂ എന്ന് പറഞ്ഞ തെരുവിലിറങ്ങിയത് അവർക്ക് പശ്ചാത്താപം ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടി ഉണ്ടായാൽ ഫാസിസം, ന്യൂനപക്ഷ അക്രമം, മനുഷ്യാവകാശ ലംഘനം, വംശീയ ഉന്മൂലനം എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചാൽ എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി മുട്ടിലിഴയുന്ന മാധ്യമങ്ങളെയും തീവ്രവാദത്തിന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സായ ഐക്യരാഷ്ട്രസഭയുടെയും തീവ്രവാദി സംഘടനകളുടെ നാക്കായ മനുഷ്യാവകാശ സംഘടനകളുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ ഇടപെടൽ കൊണ്ടും തിരിച്ചടി പെട്ടെന്ന് നിൽക്കും എന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി ഇത്തവണ. അതാണ് ഗാസയിൽ ഇപ്പോൾ കാണുന്നത്. നിരപരാധികൾ ആക്രമണത്തിന് ഇരയാകുമ്പോൾ കരുണയേക്കാൾ നീതിയാണ് നടപ്പിലാക്കുക. ഞങ്ങൾ വെറും 1500 പേരെയല്ലേ തീവ്രവാദി ആക്രമണം നടത്തി കൊന്നുള്ളൂ, അതിന്റെ തിരിച്ചടിയായി ഞങ്ങളുടെ 50,000 പേരെ നിങ്ങൾ കൊന്നില്ലേ? ഞങ്ങളുടെ നാടിന് കല്ലിനുമേൽ കല്ല് ശിക്ഷിക്കാതെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? നിങ്ങൾക്ക് മാനവികതയുണ്ടോ? നിങ്ങൾ അക്രമം നിർത്തൂ, സമാധാനമല്ലേ വേണ്ടത് എന്നൊക്കെ വിളിച്ചു പറഞ്ഞുള്ള സ്ഥിരം ഇരവാദം ഇനിയൊരിക്കലും നടപ്പിലാകില്ല. അതല്ലേ സ്വാഭാവികമായ നീതിയും? കലാപങ്ങളും യുദ്ധങ്ങളും തനിയെ ഉണ്ടാകുക അല്ലല്ലോ, അത് ഉണ്ടാക്കുകയല്ലേ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ നിരപരാധികളെ അങ്ങോട്ട് കയറി ആക്രമിക്കാതിരിക്കുക.
നിങ്ങൾ ആക്രമിച്ചിട്ട് അതിനുള്ള മറുപടി 100 ഇരട്ടിയായി തിരികെ കിട്ടുമ്പോൾ പിന്നെ മോങ്ങിയിട്ട് എന്താണ് കാര്യം? സിനിമയുടെ ലക്ഷ്യം തീവ്രവാദികളെ വെളുപ്പിക്കലാണ് എങ്കിലും അല്ല എങ്കിലും കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ. എന്തുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാകുന്നു, ആരുണ്ടാക്കുന്നു എന്നതൊക്കെ സമൂഹം ചർച്ച ചെയ്യട്ടെ. തീവ്രവാദത്തെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്തത് സംഘപരിവാറിന് കൂടുതൽ കരുത്ത് നൽകുകയേ ഉള്ളൂ. ഒരു പ്രകോപനവുമില്ലാതെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ, വസ്തുവകകൾ കൊള്ളയടിക്കുമ്പോൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധം ഉയർത്താൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആണ് മുന്നിൽ നിന്നത് എന്നത് ചരിത്ര സത്യം തന്നെയാണ്. ആ പ്രതിരോധത്തെ നിങ്ങൾ എത്ര വികൃതമായി ചിത്രീകരിച്ചാലും സാധാരണ ജനങ്ങൾക്ക് സംഘപരിവാർ എന്നത് ഇന്നലെയും ഇന്നും നാളെയും പ്രതീക്ഷ തന്നെയാണ്. തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ സംഘം ഉണ്ടാകും എന്ന വിശ്വാസമാണ് അത്. നിരപരാധികൾ ആക്രമണത്തിന് ഇരയാകുമ്പോൾ നീതി നടപ്പാക്കുക തന്നെ വേണം. അതാണ് ലോകനീതി. വീണ്ടും പറയുകയാണ്, ഖത്തറിലെ മുഴുവൻ എണ്ണയും വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് 1000 സിനിമകൾ ഉണ്ടാക്കി വെള്ളം പൂശാൻ ശ്രമിച്ചാലും, ഇരവാദം ഉയർത്തി എത്ര നിലവിളിച്ചാലും ഒരു കരുണയും ഉണ്ടാകില്ല. നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. 3-ാം പാർട്ടിന്റെ കഥ ഏറെക്കുറെ ഇതായിരിക്കും. ഇസ്രായേലിൽ കയറി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്ന ഹമാസ് തീവ്രവാദി ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ആ തീവ്രവാദിയുടെ മകൻ തന്റെ കുടുംബത്തെ അനാഥമാക്കിയ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാൻ പോകുന്നു. ഇതായിരിക്കും എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 3-ാമത്തെ പാർട്ടിന്റെ സാരാംശം എന്നൊക്കെ ഏറെക്കുറെ ഈ പാർട്ട് 2 കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.